സോ ഹലോ ഗൈസ് വാട്സപ്പ്, ഞാൻ നിങ്ങളുടെ സ്വന്തം മജ്ജൂസ് ഗെയിമിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന മൈൻക്രാഫ്റ്റാണ്. ബട്ട് നമ്മളിപ്പോൾ ഉള്ളത് മിനി വേൾഡിലാണ്. ഏതെങ്കിലും കൂട്ടുകാരന്മാർ ചാനൽ സബ് ചെയ്യാത്തതിൻ്റെ സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക ആൻഡ് ഷെയർ ചെയ്യുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സോ ഗൈസ്, നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് അയൺ ഫാർമാണ്. അയൺ ഫാർം ഉണ്ടാക്കുമെന്ന് ബ്രോ ചോദിച്ചു, ഞാൻ ഉണ്ടാക്കുന്നതായിരിക്കും. അപ്പോൾ ന്യൂ സബ്സ്ക്രൈബേഴ്സുകൾക്കെല്ലാം വീണ്ടും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത് ഓരോ ഞാൻ സത്യം പറഞ്ഞ വീടുണ്ടാക്കാൻ വേണ്ടിയിരുന്നു കേട്ടോ ഗൈസ്. എന്നോട് നിങ്ങൾ പറഞ്ഞു വീടുണ്ടാക്കാൻ പറഞ്ഞിട്ട് ഒരു ബ്രോ കമൻറ്റ് ചെയ്തു. അപ്പോൾ ഞാൻ ഓക്കെ ഹൗസ് ഉണ്ടാക്കുക എന്നുള്ളൊരു മൈൻഡിൽ ഓക്കെ ഹൗസ് ഉണ്ടാക്കുക എന്നുള്ളൊരു മൈൻഡിൽ ഇരുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ പിന്നെയാണ് ആലോചിച്ചത് അയൺ ഫാർമിനുള്ള സാധനങ്ങളൊന്നും എൻ്റെ കയ്യിൽ അബദ്ധവച്ചാലായിട്ടില്ല. അപ്പോൾ അതിന് കുറച്ചുകൂടെ കുറേ സാധനങ്ങളുടെ ആവശ്യം ഉണ്ട് ഗൈസ്. അപ്പോൾ എൻ്റെ കയ്യിൽ ആകെപ്പാടുള്ളത് ഗൈസ് ഞാൻ കാണിച്ചു തരാം. ഇതൊന്നും ഇങ്ങനെ പോകുന്നത് ഓക്കെ, ഞാൻ കാണിച്ചു തരാം. എനിക്ക് ഒരു 2 അയണെങ്കിലും വേണം കേട്ടോ ഗൈസ്. കാരണം വെച്ചാൽ കുറേ ആടുകളെ കൊന്നു കഴിഞ്ഞിട്ട് ഒരു കാര്യമില്ല കേട്ടോ ഗൈസ്. നമുക്ക് ആടിനെ ഷെയർ ചെയ്യുന്നതായിരിക്കും ഇച്ചിരി കൂടെ സുഖം തോന്നുന്നു. എൻ്റെ കയ്യിലാണ് ഒറ്റ അയണമുണ്ട്, ഞാനുണ്ട്. ഒരയണം കൂടെ എനിക്ക് ഒപ്പിക്കേണ്ടി വരും. അപ്പോൾ ഞാൻ എന്താണ് ഇന്നങ്ങ് മൈനിങ്ങിന് പോകാൻ കരുതി. അയൺ ഫാർം ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് ഹോം ഉണ്ടാക്കാം എന്നുള്ളൊരു ചിന്തയിൽ അയൺ ഫാർമിൻ്റെ വീഡിയോൻ്റെ ഇടയ്ക്കാണ് ഉണ്ടാക്കുന്നതായിരിക്കും കേട്ടോ ഗൈസ്. കുറച്ചും കൂടെ എളുപ്പം. കാരണം എന്ന് വെച്ചാൽ അയൺ ഫാർമിലേക്ക് 20 വില്ലേജസിനെ കേട്ടോ ഗൈസ് വേണ്ട. നമ്മൾ ബെഡ് റോക്കാണ് കളിക്കുന്നത്. അപ്പോൾ ബെഡ് റോക്കിൽ 20 വില്ലേജസിന് വേണം കേട്ടോ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ 20 വില്ലേജസ് വേണ്ടതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ 20 വില്ലേജസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്കപ്പോൾ എന്താണെങ്കിലും 20 വില്ലേജസ് ആവുന്നവരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. ആ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ സമയത്ത് നമുക്ക് ഒരു ഹൗസ് ഉണ്ടാക്കാൻ നോക്കാം. ഹൗസിന് ഞാൻ പ്ലാനിങ് ഒന്നും ഇട്ടിട്ടില്ല. ഈ വട്ടം എൻ്റെ പ്ലാനിങ്ങുള്ള ഹൗസാണ് ഞാൻ പണിയാൻ പോകുന്നത്. ഈ വട്ടം മൊത്തം എൻ്റെ പ്ലാനിങ്ങിലുള്ള ഹൗസായിരിക്കും ഞാൻ പണിയാം കേട്ടോ. ഓ ഗൈസ്, കുറേ കോളുള്ളതുകൊണ്ട് കുഴപ്പമില്ല. എൻ്റെ കയ്യിൽ തന്നെ കുറേ കോളുണ്ടല്ലോ. ഓക്കെ, സ്റ്റിക്ക് ഇങ്ങോട്ട് എടുത്ത് ബാക്കിയല്ല നമുക്ക് അങ്ങോട്ട് വെക്കാം. കാരണം വെച്ചാൽ നമ്മൾ മൈനിങ്ങിനാണ് ഗൈസ് പോണേ. ചില്ലറ കളിക്കുന്നല്ല പോണേ ഗൈസ്, മൈനിങ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം അവിടെ തന്നെ തിരിച്ച് വെച്ചേക്കട്ടെ. ടോർച്ച് 8 ഉണ്ട്. എന്നാലും ഒരു ധൈര്യത്തിന് വേണ്ടി കുറച്ചും കൂടെ ടോർച്ച് ഉണ്ടാക്കിയേക്കട്ടെ. ഒരു 8 ടോർച്ചും കൂടെ ഉണ്ടാക്കിയേക്കാം. ഇനി വേണമെങ്കിൽ നമുക്ക് അപ്പോൾ നമുക്ക് തിരിച്ച് വരുമോ എന്തെങ്കിലും ചെയ്യാട്ടെ. പിന്നെ ടോർച്ച് മാത്രമല്ല, നമുക്ക് പിക്കാക്സ്, ആക്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ. ആക്സിൻ്റെ ആവശ്യം അവിടേക്ക് ഇല്ല. എന്നാലും എന്തെങ്കിലും ആവശ്യം വന്നാൽ ആക്സ് പൊട്ടാറായിട്ടുണ്ടാവും. അതുകൊണ്ട് ആക്സും അതുകൊണ്ട് ഉണ്ടാക്കട്ടെ. ഓക്കെ, അപ്പോൾ ഒരു വാളുണ്ടാക്കാം. വാൾ പൊട്ടാറായിട്ടുണ്ട്, വാളുണ്ടാക്കാം. ഒരു പിക്കാക്സ് ഉണ്ടാക്കാം. പിന്നെ നമുക്ക് ഒരു ആക്സ് ഉണ്ടാക്കാം. ആക്സ് നമ്മൾ ഉണ്ടാക്കിയില്ല, ആക്സും ഇവിടെ ഇരിക്കട്ടെ. ഷൗലിൻ്റെ ആവശ്യം വലുതായിട്ട് വരലുണ്ടാവില്ല. എന്നാലും ഒരു ധൈര്യത്തിന് വേണ്ടി എടുത്തേക്കാം. ടോർച്ച് ഇച്ചിരി കൂടെ ഉണ്ടാക്കിയേക്കാം. ബാക്കി നമ്മുടെ കയ്യിൽ ഇരുന്നോട്ടെ. നമ്മളവിടെ ഒരു ചെറിയ കേവ് കണ്ടിട്ടുണ്ട് ടോയ്സ്. അപ്പോൾ ആ വഴി തന്നെ നമ്മുടെ മൈനിങ് ഏരിയ ആക്കാം. ഓക്കെ ഗൈസ്, എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടോയെന്ന്. എൻ്റെ കണ്ടൻറ്റൊന്നും ഇല്ല കേട്ടോ. മിക്ക വീഡിയോയിലും കണ്ടൻറ്റൊന്നും വരുന്നില്ല, അത് വേ കാര്യം. എന്നാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അത്രേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, നമുക്കിത് പൊട്ടിച്ചെടുക്കാം. ഇവിടെ നമ്മൾ സോമ്പിൻ്റെ ഒച്ച കേൾക്കുന്നുണ്ട്. ചാവാനുള്ള എല്ലാ ചാൻസും ഞാൻ കാണുന്നു. ഓക്കെ, രണ്ടും കൽപ്പിച്ചിട്ടുള്ള ഒരു നീക്കത്തിനാണ്. ഇത് നമ്മുടെ ബ്രീഡിങ് ഫാമിൻ്റെ ഇതാണ്. ഓക്കെ, ഇത് വലിയ കേവ് ഒന്നല്ല കേട്ടോ ഗൈസ്, ഇത്രേ ഉള്ളൂ ഈ കേവ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നിന്ന് നമുക്ക് മൈനിങ് തുടങ്ങാം. ഇതാണ് അത്യാവശ്യം നല്ലൊരു കേവ് ആയതുകൊണ്ട് ഇതിനകത്ത് മൈനിങ് ചെയ്യുന്നതായിരിക്കും കേട്ടോ ഇച്ചിരി കൂടെ ബെറ്റർ. ഇവിടെ ഭയങ്കര വെട്ടം കുറവുള്ള പോലെ ഗൈസ്. ഇവിടെ തന്നെ അടുത്ത ഏതോ ഒരു കേവ് ഉണ്ട് ഗൈസ്. കാരണം വെച്ചാൽ സ്കെൽട്ടൻ്റെ ഒച്ചയൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്. അപ്പോൾ മിക്കവാറും ഇവിടെ അടുത്ത് തന്നെ വേറൊരു കേവും കൂടെ ഉണ്ടാവും. എനിക്ക് സ്കെൽട്ടൻ എൻ്റെ കയ്യിൽ ഒരു അയൺ ഉണ്ടായിരുന്നു ഗൈസ്. അത് വെച്ചിട്ട് എനിക്ക് ആർമർ ഉണ്ടാക്കുക. ആർമർ ഉണ്ടാക്കുക. ആർമറല്ലേ ഇനി പറയുക. എന്തൊക്കെയോ അടുത്ത കേവ്.
ഇതെന്തെന്ന് ഇങ്ങനെയൊക്കെ വഴിയിരിക്കുന്നത്? അങ്ങോട്ട് പോകാൻ എനിക്ക് മടി ഗൈസ്. വേറെ ഏരിയ നമുക്ക് നോക്കട്ടെ. എനിക്കെന്താ ഇതിനകത്ത് കയറാൻ മടി. വലിയ ഗുണമൊന്നും ഞാൻ ഇതിനകത്ത് കാണുന്നില്ല ഗൈസ്. അപ്പം വിചാരിച്ച് വേറെ ഇതിനകത്തേക്ക് പോകാമെന്ന്. എന്തിനതൊക്കെ പൊട്ടിക്കുന്നത് ഗൈസ്? അപ്പോൾ ഏതിലെ പോകും? ഓക്കെ, അപ്പോൾ ഞാൻ ഇടയ്ക്കായിട്ട് വീഡിയോസ് ഇപ്പോൾ വരുന്ന ഭയങ്കര ലാഗാവുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, ഞാൻ ഇനി നന്നായി വീഡിയോസ് ഇടാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എവിടെ മൈനിങ് ചെയ്യും? എനിക്ക് മൈൻ ചെയ്ത് എന്താണെങ്കിൽ ഒരു ഇച്ചിരി അയൺ ഉണ്ടാക്കണം, ഉറപ്പാണ്. ഉണ്ടാക്കാണ്ട് കളി നടക്കില്ല ഗൈസ്. അവിടെ നമ്മളൊരു ഇത് കാണുന്നുണ്ട്, മലയിൽ നമുക്ക് പോയി മൈൻ ചെയ്യാം. മലയിൽ മൈൻ ചെയ്താലും കണക്ക് തന്നെയാടെ. ഓക്കെ, എൻ്റെ പൊന്നു ഗൈസ്, ഇതിനകത്തേക്കൊന്നും ഞാൻ ഇറങ്ങുന്നില്ല കേട്ടോ. കാരണം വെച്ചാൽ വഴി എത്തിക്കഴിഞ്ഞാൽ മൂഞ്ചൽസിയാവും. എനിക്കിപ്പോൾ മൈൻ ചെയ്യാൻ ഒരു ഏരിയ കിട്ടുന്നില്ല. മറ്റേതിനകത്ത് മൈൻ ചെയ്ത് അടിപൊളി ഏരിയ കിട്ടിയതാട്ടോ ഗൈസ്. നമ്മുടെ കഴിഞ്ഞ ലെസ് പ്ലേ കേട്ടോ. നമ്മൾ ലെസ് പ്ലേ ചെയ്തിട്ട് നേരെ മിനി വേൾഡിലേക്കാണ് വന്നത്. ഇനി നമ്മൾ ഹാർഡ് കോർ ചെയ്യാം കേട്ടോ ഗൈസ്. നെക്സ്റ്റ് എപ്പിസോഡ് ഹാർഡ് കോർ എടുക്കാൻ നോക്കുകയാണ്. ഹാർഡ് കോർ ഞാൻ ഇതുവരെ കളിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്ക് നല്ല പേടിയുണ്ട് കളിക്കാൻ. കഴിച്ചാൽ പറ്റിച്ചാവില്ല പോകും ഗൈസ്. അതുകൊണ്ടാണ് ഇതിനകത്ത് എവിടെ മൈനിങ്ങിന് പോകും? എൻ്റെ പൊന്നടവേ, എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല ഈ സ്ഥലം. എനിക്ക് വീട് വെക്കാനും നല്ലൊരു സ്ഥലം കിട്ടുന്നില്ല. എന്തൊരവസ്ഥയാണ് വീട് ഇവിടെ എവിടെയെങ്കിലും വെക്കട്ടെ ഗൈസ്. നല്ലൊരു ഏരിയ കണ്ടെത്തിയിട്ട് വെക്കേണ്ടി വരും. ആവശ്യം വരുമ്പോൾ ഒരാടിനെ കാണില്ല. ഇപ്പം എന്തൊരു ആടാ? ഞാൻ ആടിൻ്റെ ആവശ്യത്തിന് വരുമ്പോൾ നോക്കിയാൽ ഒരാട് പോലും ഉണ്ടാവില്ല ഇവിടെ. നല്ല സ്ഥലം ഇല്ലല്ലോ. ഇതിപ്പോൾ ടൈം കളയുന്നല്ലാണ്ട് ഞാൻ നല്ലൊരു സ്ഥലം കണ്ടിട്ട് മൈനിങ് ചെയ്തിട്ട് വല്ലതും കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക. അതായിരിക്കും നല്ലത് ഗൈസ്. കഴിഞ്ഞാട്ട് എനിക്ക് നല്ല അയൺ ലാഭമായിരുന്നു ഗൈസ്. ഈ വട്ടം എനിക്ക് അയൺ വൻ നഷ്ടമാണ് കേട്ടോ ഗൈസ് തോന്നുന്നത്. കാരണം എന്താ വെച്ചാൽ അമ്മേ നോക്കാൻ പോലും വയ്യ. എത്ര കുഴി താഴോട്ടാന്നറിയാം ഞാൻ വന്നേ. അതാണ്ട് അതും പൊട്ടിയോ ഗൈസ്. അയൺ നെക്സ്റ്റ് എപ്പിസോഡിൽ ഞാൻ കാണിക്കേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നത്. ഇത് വേറെ ടൈം വേസ്റ്റ് ചെയ്ത പരിപാടിയായിപ്പോയി. ഞാനിത് അയൺ സോഡും ഡയമണ്ട് പിക്കേഴ്സും ഡയമണ്ട് സാധനങ്ങളെല്ലാം കഴിഞ്ഞ പ്രാവശ്യം യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഇതിനകത്തേക്ക് പോയി കഴിഞ്ഞപ്പോൾ ഭയങ്കര സ്ലോയിൽ മൈൻ ചെയ്യുന്ന ഫീലിംഗ്. സത്യം പറയാലോ, ഫീലിംഗ് അല്ല, ഭയങ്കര സ്ലോയിൽ തന്നെയാണ്. എന്താ ബുദ്ധിമുട്ടുള്ളൂ അല്ലേ? കേട്ടോ, ഞാനത് ഉണ്ടാക്കിയെടുക്കും. ഗോൾഡൻ ഗൈസ് 20 days ആയിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. പോട്ടെ, ഒരു കോൾ പോലും കിട്ടിയില്ല ഡേയ്സ്. എൻ്റെ അടുത്ത് ടോർച്ച് ചെയ്താൽ ഞാൻ ടോർച്ച് ചെയ്ത് തീർന്ന എൻ്റെ വീട്ടിലേക്ക് ഞാൻ പോകും. എൻ്റെ വീട്ടിലല്ല, വില്ലേജറിൻ്റെ വീട്ടിൽ ഉള്ള കാര്യം ഞാൻ പറയാം. ഈ പിക്കാസും കൂടെ ഉള്ളൂ ഡേയ്സ്. ഈ പിക്കാസും കൂടെ കഴിഞ്ഞാൽ ഇതും പൊട്ടും. കിട്ടിയടാ, മുത്തേ കിട്ടി, അയൺ കിട്ടി ഗൈസ്. നമുക്ക് അയൺ മിനിമം 5 5 1 6 7 8 10 മിനിമം വേണം ഗൈസ്. കാരണം വെച്ചാൽ ഇവിടെ ഇഷ്ടം മാതിരി ഉണ്ട്, അത്യാവശ്യം ഉണ്ട് ടേസ്റ്റ്. നമ്മൾ ഡീപ്പ് സ്ലൈറ്റ് എത്തി ടേസ്. കുറച്ചും കൂടെ പോയി കഴിഞ്ഞാൽ നമ്മൾ മൈനസ് ആവുകേനട്ടോ. എത്ര എണ്ണം കിട്ടി എനിക്ക് പറഞ്ഞു. 10. എൻ്റെ പൊന്നു എമ്മ കറക്റ്റടാ പൊന്നടാ. നീ ചങ്കാണ്, ചങ്കിടുപ്പാണ് എൻ്റെ മച്ചൂസേ. നീ ചങ്കിടുപ്പാണ്. നീ അല്ലാതെ എനിക്കാരും ഇല്ല. ഓക്കെ, അപ്പോൾ ഗൈസ് ഇനി നമ്മൾ നേരെ പൊക്കത്തേക്ക് വെച്ച് പിടിക്കുക. നമ്മുടെ വേണ്ട സാധനങ്ങളെല്ലാം ഉണ്ടാക്കിയതിന് ശേഷം നെക്സ്റ്റ് എപ്പിസോഡിൽ നമ്മൾ ആടിനൊക്കെ പിടിച്ചിട്ടിട്ട് 20 ബെഡോളം ഉണ്ടാക്കും. 20 ബെഡും വേണ്ട റിസോഴ്സ് മൊത്തം, അതായത് നമ്മുടെ അയൺ ഫാർമിന് വേണ്ട പരമാവധി റിസോഴ്സ് മൊത്തം നമ്മൾ ഉണ്ടാക്കുന്നതായിരിക്കും നെക്സ്റ്റ് എപ്പിസോഡിൽ. അപ്പോൾ അതുവരെ എല്ലാ കൂട്ടുകാരന്മാർക്കും ടാറ്റ ബൈ ബൈ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ, ഗുഡ് നൈറ്റ്.
പിന്നെ ഒരു കാര്യം, ഞാനിങ്ങനെ ബാക്ക്ഗ്രൗണ്ട് സോങ് ഇടുന്ന രസമുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യണേ. മെനക്കേടാണ് ഇങ്ങനെ എക്സ്ട്രാ സോങ് ഇടുന്നത്. ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ 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 ബൈ.